ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓക്കെ, ഒത്തിരി സന്തോഷം. ആദ്യമേ തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾ പരസ്പരം വിഷ് ചെയ്തോ? അന്നൊന്നും കൂടി ചെയ്തോ? ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. പരസ്പരം ഇത് കൊടുക്ക്. ഈ ഏറുപുറത്തൊക്കെ നമുക്ക് തീരാൻ നല്ലതാ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയണ നല്ലതാ. ക്രിസ്ത്യാനിമാരൊന്നും തിരിയില്ലേ? ക്രിസ്ത്യാനിമാരാണ് ഏറ്റവും കൂടുതൽ തിരിയേണ്ടത് കേട്ടോ. 7 മക്കള് അവര് ഏറ്റവും സന്തോഷത്തോടു കൂടെ നടത്തുന്ന ഒരു തിരുനാളാണ്. 7 പൂർണ്ണതയുടെ അടയാളമാണ് കേട്ടോ. 7 ക്രിസ്ത്യാനിമാര്. ആ ക്രിസ്ത്യാനിമാരെ 7 പേരൊന്ന് എഴുന്നേറ്റേക്കാമോ? ഒരെണ്ണം മുങ്ങിയോ? ഒരെണ്ണം എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലും ആവട്ടെ, 7 പേരല്ലേ? പ്രത്യേക അഭിനന്ദനങ്ങൾ കേട്ടോ. പെരുന്നാൾ ഏറ്റെടുത്ത് ഞാൻ നോക്കുമ്പോൾ വളരെ ചെറുപ്പക്കാരല്ലേ? ആണോ? അതെ, ചെറുപ്പക്കാരാണ് ഈ പെരുന്നാൾ. നമുക്കൊരു നല്ല കൈയടി ഇവർക്ക് കൊടുക്കാം കേട്ടോ. അത് മറ്റുള്ളവർക്ക് വലിയൊരു കാര്യമാണ്. കാരണം വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു തിരുനാൾ ഏറ്റെടുത്ത് നടത്താൻ 7 ചെറുപ്പക്കാർ കടന്നു വന്നു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ്. അടുത്ത വർഷം 12 പേരാന്ന് ഞാൻ അറിഞ്ഞു. ആണോ? നിങ്ങളെന്നെ മിണ്ടത്തില്ലേ? അപ്പോൾ പ്രത്യേക അടുത്ത 12 പേരും യുവാക്കളാണോ? അല്ല, എല്ലാം കൂടി ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ. പ്രത്യേക അഭിനന്ദനങ്ങൾ മക്കളെ, 7 പേർക്ക്. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് അച്ഛൻ നിർത്തിക്കോളാം. 2 കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ഇന്നേ ദിവസം ഈ തിരുനാൾ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം കണ്ണീരിനും പ്രാർത്ഥനയ്ക്കും ഉത്തരവുണ്ടെന്ന് പഠിപ്പിക്കുന്നൊരു തിരുനാളാണിത്. എന്താണ്? കണ്ണീരിനും പ്രാർത്ഥനയ്ക്കും ഉത്തരവുണ്ടെന്ന് പഠിപ്പിക്കുന്നൊരു തിരുനാളാണ്. എനിക്കറിയാം, എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് അഗസ്തീനോസ് പുണ്യവാന്റെ ചരിത്രം മുഴുവൻ അറിയാം. ഒരു കണ്ണീരിൻ്റെ പുത്രനാണത് കേട്ടോ. കണ്ണീരിൻ്റെയും പ്രാർത്ഥനയുടെയും പുത്രനാണ് അഗസ്തീനോസ് പുണ്യവാൻ. ദൈവത്തിൻ്റെ മുമ്പിലുള്ള കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഒരു തിരുനാളാണിത്. ജീവിതത്തിലെ ഒത്തിരി പ്രതിസന്ധികളുള്ളവരാ നമ്മളൊക്കെ. ആണല്ലയോ? ആണോ? അതെ, ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, ഒത്തിരിയേറെ സഹനങ്ങളുണ്ട്. ഇതിൻ്റെ ഒക്കെ നടുവിലാണ് നമ്മൾ ജീവിക്കുക. പക്ഷെ ഓർത്തുകൊള്ളാം, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും വിശുദ്ധ മോനിക്ക പുണ്യവതി ചിന്തിച്ച കാര്യത, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ മോനെ എൻ്റെ ദൈവം മാറ്റിക്കോളും. ജീവിതത്തിൽ ഒത്തിരി നൊമ്പരങ്ങളുമായിട്ട് ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ കടബാധിതയായിരിക്കാം, രോഗങ്ങളായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കാം, കുടുംബത്തിലെ ചില വഴക്കുകളായിരിക്കാം, ചിലപ്പോൾ വിവാഹം നടക്കാത്തായിരിക്കാം, ഒരു ജോലി കിട്ടാത്തായിരിക്കാം, ഒരു വിസയുടെ തടസ്സമായിരിക്കാം. എന്തു ആയിക്കോട്ടെ, നീ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും ഉത്തരവുണ്ട്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട കാര്യവും ഇത് തന്നെയാണ്. എൻ്റെ കണ്ണുനീരിനും എൻ്റെ പ്രാർത്ഥനയ്ക്കും ദൈവത്തിൻ്റെ മുമ്പിൽ ഉത്തരവുണ്ട്. നമ്മൾ ജീവിതത്തിൽ ഒത്തിരിയേറെ രക്ഷപ്പെടണമെന്നും ഒത്തിരിയേറെ കാര്യങ്ങൾ നേടിയെടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാ, ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നവരാ നമ്മളൊക്കെ. പക്ഷെ ചിന്തിച്ചു നോക്കിയേ, പല കാര്യങ്ങളും കിട്ടാതെ വരുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നാറുണ്ട്. ദൈവമേ, എന്തുകൊണ്ട് നീ എന്നോട് ഇങ്ങനെ ചെയ്തു? എന്തുകൊണ്ട് നീ എന്നോട് ഇങ്ങനെ ഇത്രയേറെ സഹനങ്ങൾ എനിക്ക് തരുന്നു എന്നൊക്കെ ചോദിക്കുന്നവരാ നമ്മളിൽ പലരും. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാൻ ഇത്രത്തോളം ജീവിച്ചിട്ട് ഈ നിമിഷം വരെ ജീവിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ കഴിവുകൊണ്ട് മാത്രമാണോ നമ്മളിവിടെ എത്തി നിൽക്കുന്നത്? ആണോ? പറ. ആണോ? അല്ല, നിങ്ങളുടെ മാത്രം കഴിവുകൊണ്ടാണോ? ഉത്തരം പറ. ഈ പണ്ടത്തെ പ്രസംഗ രീതിയൊക്കെ മാറി. പണ്ടൊരു അച്ഛൻ നിന്ന് കുറേ നേരം പ്രസംഗിക്കും, കുറേ പേര് കിടന്നുറങ്ങും, കുറേ പേര് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കും, വേറെ എവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ അങ്ങനെയല്ല പ്രസംഗിക്കുക, ഞാൻ ചോദ്യം ചോദിച്ചാൽ പ്രസംഗിക്കുക കേട്ടോ. അപ്പം അതുകൊണ്ട് ഉത്തരം പറ. നിങ്ങൾ ഇത്രയും നാൾ ജീവിച്ചത് നിങ്ങളുടെ കഴിവുകൊണ്ട് മാത്രമാണോ? ഉത്തരം പറ. ആണോ? അല്ല. നിങ്ങളുടെ മാത്രം പ്രാപ്തി കൊണ്ടാണോ? അല്ല. ഈ നിമിഷം വരെ ജീവിച്ചത് ആരുടെ കാരുണ്യം കൊണ്ടാ? ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാ. ജീവിതത്തിലെ അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? ഉണ്ടായോ? പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? ദുഃഖങ്ങൾ ഉണ്ടായിട്ടില്ലേ? ദുരിതങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്നിട്ട് നിങ്ങൾ ജീവിക്കണില്ലേ? ജീവിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും ദൈവത്തിന് മുമ്പിൽ എന്തുണ്ട്? ഉത്തരവുണ്ട്. അത് വിശ്വസിക്ക്. ഞാൻ ചോദിച്ചോട്ടെ, ഈ കോവിഡ് വന്നു, ഇവിടെ വന്നില്ലേ? ഇവിടുന്ന് ആരെങ്കിലും പോയോ? പോയില്ലേ? നിങ്ങൾ പോയിട്ടില്ലല്ലോ, ഇവിടെ ഇരിപ്പുണ്ടല്ലോ. വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ? നന്നായിട്ടുണ്ടായില്ലേ? പള്ളി കയറിയോ? ഇല്ലേ? ഇവിടെ വെള്ളം കയറത്തില്ല.
ഏതാന്ന് മുറ്റത്ത് വരുള്ളൂ? അത് ഇവിടെ വെള്ളം കയറാത്ത സ്ഥലമാണോ? ഞാൻ ഈ പള്ളി ഒന്ന് ചുറ്റിക്കറങ്ങി. അവിടെ ഞാൻ ആദ്യമായിട്ട് ഈ പള്ളി വന്നെ. ഇപ്പം ഞാൻ ഇതിലെ കയറി വന്നു. ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ഞാൻ പിൻസൈഡൊക്കെ ഒന്ന് പോയി അവിടുത്തെ സ്കൂളൊക്കെ കണ്ടു. ഹാളിൻ്റെ അവിടെ വരെ പോയി കുറച്ച് പിള്ളേരോട് വർത്താനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് സിമിത്തേരി പോയി നോക്കുമ്പോൾ താഴെ കുഴിച്ചിടുന്ന സിമിത്തേരി. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ വെള്ളം കയറാത്ത സ്ഥലമാണോ? നിങ്ങളെന്ത് മിണ്ടാണ്ടിരിക്കണം? നിങ്ങളല്ലേ ഈ പള്ളിയിലെ ആൾക്കാരല്ലേ? വെള്ളം കയറില്ലല്ലേ? ഭാഗ്യവാന്മാർ കേട്ടോ. ഞങ്ങളുടെ ഈ മാഞ്ഞാലി ചെറിയ കടപ്പുറത്തൊക്കെ നന്നായിട്ട് വെള്ളം കയറും കേട്ടോ. ഇവിടെ 2018 വെള്ളപ്പൊക്കത്തിന് ഒരു കുഴപ്പമുണ്ടായില്ല. നിങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയില്ല. ഒരു വക പരിപാടി കാണിക്കരുത് കർത്താവേ. കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല. നിങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയില്ല. ഈ ഞാൻ ഓർക്കയാ, ഈ ചെറിയ കടപ്പുറത്ത് വെള്ളം കയറിയ സ്ഥലമാണ്. പള്ളിയിൽ അകത്ത് വരെ വെള്ളം കയറി. ഇത്രയും തോളം വെള്ളം കയറി കേട്ടോ. ഞാൻ ഓർക്ക ഇവിടെ നിന്ന് വെള്ളം കയറാത്തൊരു സ്ഥലമാണല്ലേ. ഇപ്പം ഈ 2018 വെള്ളപ്പൊക്കം വന്നു, ഇത്രയും പ്രശ്നങ്ങൾ വന്നു, ഇത്രയും സങ്കടങ്ങൾ വന്നു. ഈ നാട് മുഴുവൻ വെള്ളത്തിൽ നടന്നിട്ടും നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടായില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത്രത്തോളം ദൈവം എന്നെ കാത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും ഉത്തരവുണ്ടോ? ഉണ്ട്. ഇനി ആര് കാത്തോളും? ദൈവം കാത്തോളും. അത് വിശ്വസിക്കുക. ഈ പുതിയ വർഷത്തിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഏറ്റവും വലിയ സത്യം അത് തന്നെയാണ്. വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. എൻ്റെ കണ്ണുനീരിനും എൻ്റെ പ്രാർത്ഥനയ്ക്കും ദൈവത്തിൻ്റെ മുമ്പിൽ ഉത്തരവുണ്ട്. മോനിക്ക പുണ്യവതി തൻ്റെ മകന് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞതുപോലെ, പ്രാർത്ഥിച്ചതുപോലെ നിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടി, വേദനകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ നീ പ്രാർത്ഥിച്ചാൽ നിന്റെ കണ്ണുനീരിന് ദൈവം ഉത്തരം തന്നിരിക്കും. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, അക്കരയ്ക്കു യാത്ര ചെയ്യും എൻ്റെ പൊന്നോ. നിങ്ങൾ പാട്ടും പാടത്തില്ല? ഒന്നുകൂടി പാടിയേ. അക്കരയ്ക്കു യാത്ര ചെയ്യും. ഞാനൊരു കാര്യം ചോദിച്ചു, ഈ ആണുങ്ങളെന്താ പാടത്തില്ലേ? ആണുങ്ങളാണ് എല്ലാ പ്രസിദ്ധന്തിമാരും. നിങ്ങളൊന്നും മിണ്ടത്തില്ല. ഈ മുമ്പിലിരിക്കണത് കുനിഞ്ഞിരിക്കണേ മെഴുകു ഒരുക്കാനിരിക്കുന്നതാണോ? നീ ചിരിക്കടാ നീ ഒന്ന്. ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ, ഈ ആണുങ്ങൾ പാടത്തില്ലേ? ആണുങ്ങൾ പാടിയാൽ ഇച്ചിരി കൂടി ശബ്ദം ഉണ്ടാവുള്ളൂ കേട്ടോ. പെണ്ണുങ്ങൾ പാടിയാൽ കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. ആണുങ്ങൾ പാടിയാൽ കുറച്ചും കൂടി ശബ്ദം ഉണ്ടാവും. കാരണം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന ആർക്കാ? ആണുങ്ങൾക്കാ? സ്ത്രീകൾക്ക് വരാറുണ്ടോ? ഇല്ല, വളരെ കുറവാ. ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പാടില്ല. ആണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് തന്നെ. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇവർ മിണ്ടത്തില്ല, ചിരിക്കത്തില്ല, അനങ്ങത്തില്ല. ഇരിക്കുന്നുണ്ട് ചില ചേട്ടന്മാർ ഇങ്ങനെ. കത്തനാരെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങള് അനങ്ങത്തില്ല കേട്ടോ. അങ്ങനത്തെ ചിന്തിക്കുന്ന ചില ഏട്ടന്മാരുണ്ട്. ഞാൻ പറയുന്നവരുടെ കാര്യം എന്നറിയോ? ചത്തു അനങ്ങിയില്ലേ ചത്തു കേട്ടോ. ഇച്ചിരി ശബ്ദത്തോടെ പ്രാർത്ഥിച്ചില്ലേ ചത്തു. ഞാൻ ഉള്ളതുപോലെ പറയുന്നതാ. ഈ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാത്ത? വളരെ കുറവാ. ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഈ സ്ത്രീകൾക്ക്, പക്ഷെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? അവർ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും കുറ്റം പറഞ്ഞ് ജീവിക്കണോണ്ട് ജീവിതത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല. ഞാൻ ഒള്ളി പോസിറ്റീവ്, നോട്ട് നെഗറ്റീവ്. പോസിറ്റീവായിട്ട് പറഞ്ഞതാ. അവരെല്ലാ മനുഷ്യരോടും ഇങ്ങനെ സംസാരിക്കും, കുറ്റങ്ങളൊക്കെ ആണെങ്കിലും കേട്ടോ. വികാരിച്ചൻ്റെ കുറ്റം നാട്ടിൽ മുഴുവൻ പറയും. ഇപ്പൊ ഭർത്താവിനോട് ഇച്ചിരി ദേഷ്യം ഉണ്ടെങ്കിൽ എവിടെ തീർക്കും? മക്കളുടെ അടുത്ത് തീർക്കും. മക്കളോട് ഇച്ചിരി ദേഷ്യം ഉണ്ടെങ്കിൽ വീട്ടിലെ പാത്രങ്ങളോട് തീർക്കും. എവിടെയെങ്കിലൊക്കെ അവർ തീർക്കും. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് എനിക്ക് പുരുഷന്മാരോട് പറയാനുള്ളത്, ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോകും. നിങ്ങൾ പാട്, ഒന്നിച്ചൊന്ന് പാടാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒന്നിച്ചൊന്ന് പാടാം. അക്കരയ്ക്കു യാത്ര ചെയ്യും ഓളങ്ങൾ കണ്ടു നീ കാറ്റിനെയും നിയന്ത്രിപ്പാൻ. ഒന്നുകൂടി. കാറ്റിനെയും നിയന്ത്രിപ്പാൻ. മതി കേട്ടോ. എന്നിട്ട് പാട്ട് പാടിയേ. അക്കരയ്ക്ക് യാത്ര ചെയ്യും, അങ്ങോട്ട് മൊഴിയേ. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ട് നീ
ഭയപ്പെടേണ്ട. ജീവിതത്തിൽ ഓളങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാകും, സങ്കടങ്ങളുണ്ടാകും, ദുരിതങ്ങളുണ്ടാകും. ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട. എന്താ പറയണേ? കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളവൻ പടവിലുണ്ട്, ജീവിതത്തിലുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ 4:4 വളരെ സുന്ദരമായൊരു വചനമുണ്ട് കേട്ടോ. നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ് കേട്ടോ. നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. നിന്റെ ഉള്ളിലൊരു ദൈവമുണ്ട്. ആ ദൈവം ഈ ലോകത്തിലുള്ള എന്തിനേക്കാളും ശക്തനായ ദൈവം. ആ ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റിയാൽ നിന്റെ കണ്ണുനീരിനും നിന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ ജീവിതത്തിൽ ഉത്തരവുണ്ടാവും. ജീവിതത്തിലെ ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ ഓർത്താൽ മതി, ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം എനിക്ക് ഉത്തരം തരും. പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, സങ്കടങ്ങളില്ലാഞ്ഞിട്ടില്ല, ദുരിതങ്ങളില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഇതിൻ്റെ ഒക്കെ നടുവിലും നീ ചിന്തിച്ചു കൊള്ളണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടത് വേണ്ട സമയത്ത് കൃത്യമായിട്ട് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ദൈവം എനിക്ക് തന്നിരിക്കും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കൂടെയുള്ളവരൊക്കെ കൂടെ ഉണ്ടാവുമെന്ന്? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കൂടെയുള്ളവരൊക്കെ കൂടെ ഉണ്ടാവോ? ഇല്ല. ജീവിത പങ്കാളി ഉണ്ടാവോ? മിണ്ടരുത്. ആവശ്യമില്ലാത്തതിന് ഉത്തരമൊക്കെ പറഞ്ഞ് ഈ തിരുനാൾ പ്രസംഗം കഴിഞ്ഞ് ഞാൻ എൻ്റെ വഴിക്കും പോകും. ഇല്ലാണ്ട് ഉത്തരമൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമൊക്കെ പറ്റിയ ഞാൻ എന്നോട് ചിന്തിക്കരുത്. ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ജീവിത പങ്കാളി ഉണ്ടാവുമെന്ന് ചോദിക്കുക. അടുത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ ഈ ജീവിത പങ്കാളിനെ തന്നെ മതി എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? കൈയൊന്നും പൊക്കരുത് കേട്ടോ. ആവശ്യമില്ലാത്ത പരിപാടി ചെയ്യരുത്. ചിന്തിച്ചാൽ മതി കേട്ടോ. ഒരു ചേട്ടൻ എന്നെ നോക്കണ്ട, രൂക്ഷമായിട്ട് നോക്കണേ. എൻ്റെ പൊന്നച്ച, ഈ ജീവിതത്തിൽ തന്നെ തീർന്നിട്ടില്ല, ഇനി അടുത്ത ജീവിതത്തിൽ അതിനെ കൂടി തന്നെ പിന്നെയും കൊണ്ടുപോകണോ? പറ്റത്തില്ല കേട്ടോ. നിങ്ങൾ ഭാര്യമാരാരെങ്കിലും പറയോ കർത്താവേ എൻ്റെ ഭർത്താവിനെ തന്നെ മതിയെന്ന് പറയോ? ഇല്ല, മടുത്തു കേട്ടോ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ ജീവിതത്തിലെ ഒരു പ്രശ്നം വരുമ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെ കൂടെ ഉണ്ടാവുമെന്ന്? ആരും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ വളരെ കാര്യമായിട്ട് പറയുന്നു, ആരും ഉണ്ടാവില്ല. മക്കളുണ്ടാവോ? വേണമെങ്കിൽ പറയാം, മക്കളുണ്ടാവോ? ഇല്ല കേട്ടോ. പേടിക്കണ്ട, വലിയ വിശ്വാസമൊന്നും വേണ്ട. സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, പ്രായമാകുമ്പോൾ എൻ്റെ മക്കള് എന്നെ നോക്കുമെന്ന് ഉറപ്പുള്ള മാതാപിതാക്കന്മാര് ഈ ഇടവകയിലുണ്ടെങ്കിൽ കൈവോക്ക്. മനസ്സിലായില്ലെന്ന് തോന്നുന്നു, ഒന്നുകൂടിയും പറയാം. പ്രായമാകുമ്പോൾ എൻ്റെ മക്കള് എന്നെ നോക്കുമെന്ന് ഉറപ്പുള്ള മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ കൈവക്കാൻ. 2 3 വലിയ ഉറപ്പൊന്നും വേണ്ട ചേച്ചി. 3 4 പുരുഷന്മാർക്ക് ജന്മത്തുറപ്പില്ല. നന്നായി കേട്ടോ. 4 പേര് നിങ്ങൾക്ക് മക്കളില്ലാഞ്ഞിട്ടാണോ? ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, ഉണ്ട്. ദേ അവിടെ ഇരിക്കുന്ന ഒരു കൊച്ചമ്മയോട് പറയണ്ട, അമ്മയെ പൊക്ക്, ഞാൻ ഇനിയാണെങ്കിലും നോക്കിക്കോളാം കേട്ടോ. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം അറിയോ? ലോകത്ത് ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ ആരും ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും പ്രസംഗിക്കാൻ പോകുമ്പോൾ പറയും, സാഹചര്യം നല്ലതാണെങ്കിൽ, കയ്യിൽ 10 പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഉണ്ടാവും. സാഹചര്യം നല്ലതല്ലേ, 10ൻ്റെ പൈസ കയ്യിലില്ലേ, അപ്പന് മക്കളുണ്ടാവില്ല, ഭർത്താവിന് ഭാര്യ ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. പക്ഷെ ദൈവം ഉണ്ടാവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അത് തന്നെയാണ്. ജീവിതത്തിലെ ഒത്തിരി നിരാശകളും സങ്കടങ്ങളും കണ്ണുനീരും വേദനയും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ചിന്തിച്ചു കൊള്ളണം, എൻ്റെ കണ്ണുനീരിനും എൻ്റെ പ്രാർത്ഥനയ്ക്കും ദൈവത്തിൻ്റെ മുമ്പിൽ ഉത്തരവുണ്ട് കേട്ടോ. അത് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും ചിന്തിച്ചു കൊള്ളണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് കേട്ടോ. എനിക്കറിയാം. പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഒന്ന് കൈവക്കാമോ? പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ? എനിക്കറിയാം എല്ലാത്തിനും പ്രശ്നമാണ് കേട്ടോ. ചേട്ടനൊരു പ്രശ്നമില്ലേ? ഒരു പ്രശ്നമില്ല. ചേട്ടൻ വിശുദ്ധനാ കേട്ടോ, വിശുദ്ധനാവും കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, ഒരു പ്രശ്നമില്ലാത്തവരൊക്കെ ഈ ജീവിതത്തിൽ കാണാൻ പറ്റത്തില്ല. ഞാൻ ആദ്യമായിട്ടൊരു നല്ല ചേട്ടനെ കണ്ടു കേട്ടോ. എനിക്ക് വരെ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, എനിക്കറിയാം. എനിക്കുണ്ട് പ്രശ്നം. പക്ഷെ ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ആരുണ്ട് എൻ്റെ കൂടെ? ഉത്തരം പറ. എൻ്റെ കണ്ണുനീരിന് ആരുടെ മുമ്പിൽ ഉത്തരവുണ്ട്? ദൈവത്തിൻ്റെ മുമ്പിൽ ഉത്തരവുണ്ട്. അത് പഠിപ്പിക്കുന്ന ഒരു തിരുനാളായത്. എനിക്കറിയാം. ഈ അഗസ്തീനോസ് പുണ്യവാനെ കുറിച്ച് പറയുമ്പോൾ മോനിക്ക പുണ്യവതിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ,
കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും ദൈവത്തിൻ്റെ മുമ്പിൽ ഉത്തരവുണ്ട്. ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം കൂടി പറഞ്ഞിട്ട് അച്ഛൻ നിർത്താം. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിക്കപ്പെടുമ്പോഴും രണ്ടാമത്തെ ഒരു കാര്യം ഓർക്കണം, ഒരു തിരിച്ചുവരവ് ഉണ്ടാവണം. ഒരു തിരിച്ചുവരവ് ഉണ്ടാകണം. അഗസ്തീനോസ് പുണ്യവാൻ ലോകത്തിലെ എല്ലാ തിന്മകളിലും ജീവിച്ച ഒരു പുണ്യവാനാണ്. ഞാൻ പലപ്പോഴും എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനും പ്രശ്നങ്ങളുടെ നടുവിലൊക്കെ വരുന്നവരോട് ഞാൻ പറയാറുണ്ട്, പാപികളൊക്കെ കടന്നു വരുമ്പോൾ പറയാറുണ്ട്, ചിലർ ചോദിക്കും, എൻ്റെ അച്ഛ ദൈവം എന്നെ സ്നേഹിക്കണ്ടോ? ഞാൻ പറയും സ്നേഹിക്കണ്ട്. അവർ പറയും, അച്ഛൻ ഞാൻ എല്ലാ തിന്മകൾക്കും അടിമപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും അതിനെന്താ, ദൈവം സ്നേഹിക്കണ്ട്. ഞാൻ ഒരിക്കലും ഓർക്കുന്നു, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലായിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു കൊച്ച്, ഒരു 10-28 വയസ്സുണ്ടവന്, അവൻ്റെ മുമ്പിൽ ഇങ്ങനെ മുട്ടുകുത്തിയിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അച്ഛാ ഞാൻ ചെയ്യാത്തൊരു തിന്മയും എൻ്റെ ജീവിതത്തിലില്ല, എല്ലാ തരം തിന്മയും ഞാൻ ചെയ്തിട്ടുണ്ട്. അച്ഛൻ പറയുന്ന എല്ലാ തെറ്റുകളും, ഞാനിങ്ങനെ പാപത്തെക്കുറിച്ചുള്ള ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന നേരത്താണ് ഈ ചെറുക്കൻ എൻ്റെ മുമ്പിൽ വന്നിട്ട് മുട്ടുകുത്തണേ. അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛൻ ഞാൻ എല്ലാ തിന്മകളും ചെയ്തിട്ടുണ്ട്, ദൈവം എന്നെ സ്നേഹിക്കണ്ടോ? ഞാൻ പറഞ്ഞ ഒറ്റ ഉത്തരവുള്ളവനോട്, മോനെ ദൈവം നിന്നെ സ്നേഹിക്കണ്ട്. നീ അഗസ്തീനോസ് പുണ്യവാനെ പോലെ തിരിച്ചു വരാൻ ഒരു മനസ്സ് കാണിച്ചാൽ ദൈവം നിന്നെ സ്നേഹിക്കണ്ട്. ഞാൻ പറയാം, നമ്മളൊക്കെ പാപികളാ, ഞാനടക്കം പാപികളാ. പക്ഷെ ഒരു തിരിച്ചുവരവ് വേണം ജീവിതത്തിന്. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നറിഞ്ഞാൽ തിരിച്ചു വരാൻ പഠിക്കണം. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ വാക്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ള ചങ്കൂറ്റം കാണിക്കണം. അപ്പോഴാണ് ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുക, അനുഗ്രഹം ഉണ്ടാകുക. അഗസ്തീനോസ് പുണ്യവാൻ എന്ന് തിരിച്ചു വന്നുവോ അവൻ്റെ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താൻ അവന് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഈ രണ്ടാമത്തെ കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. തിരിച്ചു വരണം. ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് തിരുത്തി തിരിച്ചു വരാനുള്ള ആർജവം നീ കാണിക്കുമ്പോഴാണ് ഈ തിരുനാളിന് അർത്ഥം ഉണ്ടാവുക. അല്ലെങ്കിൽ ഞാൻ പറയും, ഈ തിരുനാളൊക്കെ വെറുതെയാ അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, 7 പ്രസിദ്ധന്തിമാര് അവരുടെ അധ്വാനത്തിന്റെ വിഹിതം എടുത്തിട്ട് ഈ തിരുനാൾ നടത്തുമ്പോൾ നമ്മളെല്ലാവരും അതിൽ പങ്കുചേർന്ന് ഒത്തിരി സന്തോഷത്തോടു കൂടെ സീരിയസെറ്റ്, ഗാനമേള, വെടിക്കെട്ട് എല്ലാ പരിപാടിയും നടത്തി. ഈ തിരുനാൾ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം ഇല്ലെങ്കിൽ ഈ തിരുനാൾ കൊണ്ട് അർത്ഥമുണ്ടോ? ഞാനൊരു കാര്യം കൊണ്ട് ചോദിച്ചോട്ടെ, ഏതെങ്കിലും തിരുനാൾ കൊണ്ട് ആരെങ്കിലും നന്നായിട്ടുണ്ടോ? കഴിഞ്ഞ വർഷത്തെ തിരുനാളാഘോഷം വളരെ ഗംഭീരമായിട്ട് നിങ്ങൾ നടത്തിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ആ തിരുനാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും നന്നായോ? ഇത്രേ ഉള്ളൂ. തിരുനാളൊക്കെ കാണുമ്പോൾ നല്ലൊരു പ്രദക്ഷിണൊക്കെ നടത്തണം, ഗാനമേളൊക്കെ വെക്കണം, ഡാൻസൊക്കെ കളിക്കണം, നല്ല സാരി കൊടുക്കണം, നല്ലൊരു ഷർട്ടൊക്കെ ധരിക്കണം. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വെടിക്കെട്ടിൽ അങ്ങോട്ട് പങ്കുചേരണം. ഗാനമേള മോശമാണെങ്കിൽ കുഴപ്പം, അല്ലെങ്കിൽ പാട്ടുകാർ മോശമാണെങ്കിൽ കുഴപ്പം, കുർബാന ചൊല്ലി അച്ഛൻ മോശമാണെങ്കിൽ കുഴപ്പം, പ്രസംഗിച്ചിരി കൂടിപ്പോയ പ്രശ്നം, ഇതൊക്കെ പ്രശ്നമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ദൈവത്തിന് മഹത്വം കേട്ടോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിന്റെ ജീവിതത്തിൽ തിരിച്ചു വരാനുള്ള ഒരു ചങ്കൂറ്റം കൂടി നീ കാണിക്കണം കേട്ടോ. ഒറ്റ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് അച്ഛൻ നിർത്താം. ഈ ഇത്രയും മനോഹരമായിട്ട് നിങ്ങൾ ഈ തിരുനാൾ നടത്തുമ്പോൾ, വളരെ ചെറിയൊരു ഇടവകയാന്ന് എനിക്കറിയാം, പക്ഷെ ഇത്രയും മനോഹരമായിട്ട് തിരുനാൾ ഞാൻ നോട്ടീസൊക്കെ കണ്ടു കേട്ടോ. ഗംഭീരം, നല്ല പ്രസംഗകരാണ്, ഇഷ്ടം പോലെ പ്രസംഗകര്, നല്ല നല്ല പാട്ടുകാരൊക്കെ വരുന്ന തിരുനാള് വളരെ മനോഹരമായിട്ട് ഈ നോട്ടീസിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ തിരുനാളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം, ദൈവമേ ഇത്രയും നല്ല പ്രസംഗങ്ങളൊക്കെ ഞാൻ കേട്ടു, അഗസ്തീനോസ് പുണ്യവാനെ കുറിച്ച്, മോനിക്ക പുണ്യവതിനെ കുറിച്ചൊക്കെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു, എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ട്. സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളൊരു കൈവക്കേ? സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കേ? ഒരാളോ? നെടുങ്ങാട് പള്ളിയിൽ നിന്ന് ഒന്നുകൂടി ചോദിക്കാം, സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്ക്. ഒരാള്. ഇവിടെ ചേച്ചിമാരാരെങ്കിലും പൊക്കിയിട്ടുണ്ടോ? ഇല്ല. ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ചേച്ചി ഇരുന്നോ? ചേച്ചി കൈവത്താധികം. ജനിച്ച കാലം തൊട്ട് കേൾക്കണതാ, 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് കേൾക്കണതാ, എവിടെ പോണം? ഉച്ചത്തിൽ പറ. എവിടെ പോണം? സ്വർഗത്തിൽ പോണം. 1ാം ക്ലാസ് തൊട്ട് എത്രാം ക്ലാസ് വരെ പഠിച്ചു? +2 വരെ പഠിച്ചു. എവിടെ പോകാൻ? സ്വർഗത്തിൽ പോകാൻ കേട്ടോ. 12 വർഷം കോച്ചിങ് തന്നു സ്വർഗത്തിൽ പോകാൻ. 12 വർഷം കഴിഞ്ഞിട്ട് എത്ര തിരുനാൾ പ്രസംഗം കേട്ടിരിക്കണു?
എത്ര സന്ദേശങ്ങൾ കേട്ടിരിക്കുന്നു, എത്ര ധ്യാനങ്ങൾ കൂടിയിരിക്കുന്നു. എവിടെ പോകാൻ? എവിടെ പോകാൻ? സ്വർഗത്തിൽ പോകാൻ. കേട്ടോ, പലതും CC അടഞ്ഞ് തീരാറായി. ഇപ്പൊ കുഴിയിൽ വെക്കും ദേ അവിടെ. കേട്ടോ, അപ്പോഴും ഉറപ്പില്ല. എവിടെ പോകുന്നു? എവിടെ പോകുന്നു? സ്വർഗത്തിൽ പോകുന്നു. ഈ തിരുനാളൊക്കെ കഴിഞ്ഞിട്ടേ ഈ പുണ്യവാന്റെ രൂപത്തിലൊന്ന് തൊട്ടുമുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, എല്ലാ തെറ്റുകളും ചെയ്ത് ആ സ്വന്തം ജീവിതത്തിൽ തെറ്റ് തിരുത്തി സ്വർഗത്തിൽ അഭയം പ്രാപിച്ചൊരു മനുഷ്യനാ. പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ അഭയം പ്രാപിച്ചൊരു അമ്മയാ. മോനിക്ക പുണ്യവതി സ്വർഗത്തിൽ അഭയം പ്രാപിച്ചൊരു സ്ത്രീയാ. നിങ്ങൾ ചിന്തിച്ചോളണം, ഇവരൊക്കെ ജീവിതത്തിലൂടെ കടന്നുപോയി തെറ്റുകൾ വന്ന് തിരുത്തി ദൈവത്തെ ചേർത്ത് പിടിച്ച് ജീവിച്ചവരാ. അവർക്കൊക്കെ തിരിച്ചു വരാനുള്ളൊരു ചങ്കൂറ്റുണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിച്ചോക്ക്, ഈ തിരുനാളൊക്കെ കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ പോകാൻ എൻ്റെ ജീവിതത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ തിരുനാൾ കൊണ്ട് അർത്ഥമുണ്ടോ? 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 നമ്മുടെ നാട്ടിൽ വേറൊരു പഴഞ്ചൊല്ലും കൂടി പറയും, 12 കൊല്ലം പട്ടിയുടെ വാല് കുഴലിട്ടാലും ആ കുഴൽ മാറ്റിക്കഴിഞ്ഞാൽ പട്ടിയുടെ വാല് എങ്ങനെ ഇരിക്കും? വളഞ്ഞിരിക്കും. ഈ തിരുനാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ പണ്ടത്തെ പോലെ തന്നെയാണെങ്കിൽ ഈ തിരുനാൾ കൊണ്ട് അർത്ഥമുണ്ടോ? അർത്ഥമുണ്ടോ? മിണ്ടത്തില്ലല്ലേ? അർത്ഥമുണ്ടോ? ഇല്ല. നിങ്ങൾ നന്നാവോ? നിങ്ങൾ നല്ലവരാണോ? അതിനുള്ള ഉത്തരം ഞാൻ കേട്ടു. സ്വർഗത്തിൽ പോകാൻ ആകെ ഒരാളുള്ളൂ. കേട്ടോ, ബാക്കിയുള്ളവരൊക്കെ എന്തിരിക്കണേന്ന് പോലും എനിക്കറിയാൻ പാടില്ല. എങ്കിലും അച്ഛൻ പറയുക, മക്കളെ, തിരിച്ചു വരാനുള്ള ഒരു ആർജവത്വം കൂടി ജീവിതത്തിൽ കാണിക്കണം. തെറ്റാണെങ്കിൽ അത് തിരുത്താനുള്ള നല്ലൊരു മനോബലം കൂടി കാണിക്കുമ്പോഴാണ് നിന്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുക. രണ്ട് കാര്യങ്ങൾ അച്ഛനെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം, നിന്റെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും ആരുടെ മുമ്പിൽ ഉത്തരവുണ്ട്? ദൈവത്തിന് മുമ്പിൽ ഉത്തരവുണ്ട്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, തിരിച്ചു വരാനുള്ള തൻ്റെ ഇടം കാണിക്കണം. കേട്ടോ, രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളൂ. കേട്ടോ, ക്രിസ്ത്യാനിമാരിൽ ആരെയും കൂടി ഞാൻ ചോദിക്കാൻ പോവാ. രണ്ട് കാര്യങ്ങൾ. നിന്നോട് ചോദിക്കണോ? വേണ്ടെന്നാ? നിന്നോട് ചോദിക്കണോ? തിരിയും കത്തിച്ച് വെച്ചിരിക്കുക. ഞാൻ ചോദിക്കുകയൊക്കെ ചെയ്യും. രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചൊന്ന് പറഞ്ഞേ. ആദ്യത്തെ കാര്യം, കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും ദൈവത്തിന് മുമ്പിൽ ഉത്തരവുണ്ട്. രണ്ടാമത്തെ കാര്യം, തിരിച്ചു വരാനുള്ള തൻ്റെ ഇടം കാണിക്കണം. കേട്ടോ, ചങ്കുറ്റം കാണിക്കണം. കേട്ടോ, തെറ്റാണെങ്കിൽ തിരിച്ചു വരാനുള്ള ചങ്കുറ്റം കാണിക്കണം. പഠിച്ചോ? എഴുന്നേറ്റേക്ക്, സ്റ്റാൻഡപ്പ് പറഞ്ഞോ. എന്താന്ന്? ദൈവം ഇങ്ങോട്ട് വന്നോ? വാ, ഇങ്ങോട്ട് വാ. പാവാട്ടോ, നല്ല ചാക്കാൻ. ഇങ്ങോട്ട് വാ. പറഞ്ഞതല്ല പറഞ്ഞെങ്കിലും വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ദൈവം ഉണ്ടാവും കൂടെയെന്ന്. നല്ല ഉത്തരാ കേട്ടോ. ഇനി നിന്റെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും ദൈവത്തിന് മുമ്പിൽ ഉത്തരം ഉണ്ടാവും. കേട്ടോ. രണ്ടാമത്തത് അവൻ പറയും. തിരിച്ചു വരാൻ മനസ്സുണ്ടാവണം. ആയത്തോടും പറഞ്ഞേ. എല്ലാ പ്രശ്നങ്ങളിലും ദൈവം ഉണ്ടാവും കൂടെ. കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും ഉത്തരം ഉണ്ടാവും. ഇവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പാ. നല്ല കൈ കൊടുക്കാമോ? ഒക്കെ ഈ പ്രാവശ്യത്തെ തിരുനാള് നന്നായി. കേട്ടോ, ഈ അച്ഛൻ നിർത്തുക. രണ്ട് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ ഇന്ന് ജീവിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നിന്റെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും ദൈവത്തിൻ്റെ മുമ്പിൽ ഉത്തരവുണ്ട്. രണ്ടാമത്തെ കാര്യം, തെറ്റാണെങ്കിൽ തിരിച്ചു വരാനുള്ള ചങ്കൂറ്റം കൂടി നീ ജീവിതത്തിൽ കാണിക്കണം. അപ്പോഴേ ഈ തിരുനാളിന് അർത്ഥം ഉണ്ടാകുക, മഹത്വം ഉണ്ടാകുക. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.